ശിവഗിരി ഇറങ്ങണ്ട, ശിവഗിരി ഇറങ്ങാണ്ടോ. നമ്മൾ ഇന്നുള്ളത് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഏറെക്കാലമായിട്ട് മധുര വരെ ഒന്ന് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് 2 ദിവസം അവധി കിട്ടി. എങ്കിൽ പോയി കളയാമെന്ന് കരുതി വൈകുന്നേരം ട്രെയിൻ ടിക്കറ്റ് നോക്കി. പക്ഷേ നമുക്കറിയാം, പോകുന്ന ദിവസം വൈകിട്ട് നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. അപ്പോഴാണ് നമ്മുടെ കൊല്ലത്ത് നിന്ന് മധുരയ്ക്കൊരു KSRTC ബസ് പുറപ്പെടുന്ന കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ വെറുതെ ഞാനൊന്ന് KSRTCയുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. അങ്ങനെ 2ാം നമ്പർ സീറ്റായിട്ടുള്ള ഡ്രൈവറിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഒരു സീറ്റ് കിട്ടി. ബുക്കിംഗ് സൈറ്റ് പ്രകാരം രാത്രി 10:45 കൊല്ലത്ത് നിന്ന് ബസ് പുറപ്പെടുന്നത്. കൊട്ടാരക്കരയിൽ ഏകദേശം 11:35 എത്തിച്ചേരുമെന്നാണ് കൊടുത്തിരുന്നത്. കുറ്റം പറയരുത്, 11:35 നമ്മുടെ ബസ് കൊട്ടാരക്കരയിൽ എത്തിച്ചേർന്നു. നല്ല തിരക്കുണ്ട്. ഞാനെന്തായാലും തിരക്കൊന്നും കൂട്ടാതെ വണ്ടിയുടെ പുറത്ത് നിന്ന് നമ്മുടെ വണ്ടിയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. തമിഴിലും മലയാളത്തിലും എല്ലാം ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ആര്യങ്കാവ് കഴിഞ്ഞാൽ പിന്നീട് മുഴുവനായിട്ടും തമിഴ്നാട് വഴിയാണ് പോകുന്നത്. കൊല്ലത്ത് നിന്ന് കൊട്ടാരക്കര, പുനലൂർ, ചെങ്കോട്ട, തെങ്കാശി, കടയനല്ലൂർ, പുളിയൻകുടി, വാസുദേവനല്ലൂർ, ശിവഗിരി, രാജാപാളയം, ശ്രീവല്ലിപുത്തൂർ, ടി കല്ലുപ്പെട്ടി, തിരുമംഗലം വഴിയാണ് മധുരയിലേക്ക് ചെല്ലുന്നത്. മധുരയിൽ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡ് വരെയാണ് നമ്മുടെ ബസ് സർവീസ് ഉള്ളത്. 11:40 നമ്മൾ കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടു. 246 രൂപയായിരുന്നു കൊട്ടാരക്കരയിൽ നിന്ന് മധുരയിലേക്കുള്ള ടിക്കറ്റ് ചാർജ് ആയത് ബുക്ക് ചെയ്ത സമയത്ത്. പിന്നീട് അതിനകത്ത് എന്തോ ഹാൻഡ്ലിംഗ് ചാർജ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. 246 രൂപയാണ് എനിക്ക് ഫൈനലായിട്ട് ആയത്. നമ്മളെ മധുരയ്ക്ക് കൊണ്ടുപോകുന്നത് കണ്ടക്ടർ ബിനു സാറാണ്. ഡ്രൈവറായിട്ടുള്ളത് രവിചന്ദ്രൻ സാറാണ്. രണ്ടുപേരും കൊല്ലം സ്വദേശികളാണെന്ന് തോന്നുന്നു. കൊല്ലം ഡിപ്പോയുടെ വണ്ടിയാണ്. അങ്ങനെ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് മധുര ലക്ഷ്യമാക്കി കൊല്ലം തിരുമംഗലം ദേശീയപാതയിലേക്ക് പ്രവേശിച്ചു. കണ്ടക്ടർ ബിനുസാർ വന്നു. PNR നമ്പർ മാത്രമാണ് എന്നോട് ചോദിച്ചത്. അത് പറഞ്ഞു കൊടുത്തു. ടിക്കറ്റ് വെരിഫൈ ചെയ്തു. സമയം ഏതാണ്ട് 12:10 കഴിഞ്ഞു. നമ്മൾ പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്നും ധാരാളം ആളുകൾ കയറാനുണ്ടെന്ന് തോന്നുന്നു. സാധാരണ നമ്മുടെ തെങ്കാശിക്ക് പോകുന്ന ബസ്സിലെല്ലാം പുനലൂരിൽ നിന്ന് ധാരാളം ആളുകൾ കയറാറുണ്ട്. ബസ് സ്റ്റാൻഡിലെല്ലാം ബസ്സുകൾ ഒതുക്കിയിട്ടിരിക്കുകയാണ്. ഏകദേശം 12 മണി ആയതോടുകൂടി റെഗുലർ സർവീസുകളെല്ലാം സർവീസ് അവസാനിപ്പിച്ച് ഡിപ്പോയിൽ ഒതുക്കിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഡിപ്പോ ചുറ്റിയാണ് അകത്തേക്ക് പോകുന്നത്. 2-3 മിനിറ്റ് പുനലൂർ ഡിപ്പോയിൽ ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് നമുക്ക് ടോയ്ലറ്റിൽ പോകാനും ചായയൊക്കെ കുടിക്കാനും ഒക്കെയുള്ള സമയമുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ തിരുമംഗലം ദേശീയപാതയിൽ തന്നെ ഉറുകുന്നിലൊരു ബ്രേക്ക് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. അതുകൊണ്ടായിരിക്കും ഇവിടുന്ന് വളരെ വേഗം തന്നെ ഏകദേശം ഒരു 3 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോകുന്നത്. വളരെ പഴക്കം ചെന്നൊരു സർവീസാണ് കൊല്ലത്ത് നിന്ന് മധുരയിലേക്കുള്ള ഈ ഒരു ഫാസ്റ്റ് പാസഞ്ചർ സർവീസ്. പലരും ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, കൊല്ലത്ത് നിന്ന് മധുരയിലേക്ക് ഒരു ഫാസ്റ്റ് പാസഞ്ചർ മതിയോ, അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റോ അല്ലെങ്കിൽ സൂപ്പർ ഡീലക്സോ പോലെയുള്ള വലിയ ക്ലാസ് സർവീസുകളല്ലേ ഈ ഒരു റൂട്ടിൽ വിടേണ്ടതെന്നുള്ള കമൻറ്റുകളൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിലവിൽ തോന്നുന്നത് വലിയ യാത്രാ ചിലവില്ലാതെ ഏകദേശം 246 രൂപയാണ് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് എനിക്ക് മധുരയിലേക്കുള്ള ടിക്കറ്റ് ചാർജ് ആയത്. ഏകദേശം ട്രെയിനിൻ്റെ ഒരു ചാർജിനോട് അടുത്ത ടിക്കറ്റ് ചാർജ് തന്നെയാണ് ആ ഒരു 246 എന്നത്. ചിലവ് ചുരുക്കി യാത്ര ചെയ്യുന്നവർക്ക് ഫാസ്റ്റ് പാസഞ്ചർ എന്നൊരു ഓപ്ഷൻ ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നീട് നമ്മുടെ യാത്രാ സുഖം എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് പോകുന്ന വഴിയിൽ മാത്രമേ അറിയാൻ പറ്റൂ. പിന്നെ കിടന്നുറങ്ങിയൊന്നും പോകാൻ പറ്റില്ല. സ്ലീപ്പറിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചുകൂടി ചാർജ് ആകും. പിന്നെ സെക്കൻഡ് ക്ലാസ്സും ഈ ഒരു ബസ് ചാർജും കൂടി തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. 246 എന്നതൊരു വലിയ തുകയായിട്ട് തോന്നുന്നില്ല. കൊട്ടാരക്കരയിൽ നിന്ന് തെങ്കാശി വഴിയുള്ള മധുര ട്രെയിനിലെല്ലാം ഏകദേശം സ്ലീപ്പറിന് 180 രൂപയാണ് ആകുന്നത്. പിന്നീട് നമ്മുടെ തിരുവനന്തപുരം നാഗർകോവിൽ വഴി പോകുന്ന ട്രെയിൻ 230 സംതിങ് ആണ് സ്ലീപ്പറിനാകുന്നത്. അപ്പോൾ നമ്മുടെ സ്ലീപ്പറുമായിട്ട് ഏകദേശം താരതമ്യം ചെയ്യാവുന്ന ഒരു പ്രൈസാണ് നിലവിൽ ഈ കൊട്ടാരക്കരയിൽ നിന്ന് മധുരയിലേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ സർവീസിനുള്ളത്. പെട്ടെന്നുള്ള യാത്രകളിൽ ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ ഉറപ്പായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ കൊല്ലം മധുര KSRTC ഫാസ്റ്റ് പാസഞ്ചർ സർവീസ്. പുനലൂരിൽ നിന്നും തെങ്കാശി റൂട്ടിലേക്ക് പ്രവേശിച്ചു. എനിക്ക് തോന്നുന്നു പുനലൂരിൽ നിന്ന് തെങ്കാശി റൂട്ടിലേക്കുള്ള അവസാനത്തെ ബസ്സാണെന്ന് തോന്നുന്നു. അവസാനത്തെ അല്ലെങ്കിൽ ആദ്യത്തെ ബസ് എന്ന് പറയാം. 12 മണി കഴിഞ്ഞിട്ടാണത് പുനലൂരിലേക്ക് എത്തിച്ചേരുന്നത്.
ഇടമണ്ണിൽ എത്തിച്ചേർന്നു. വലതുഭാഗത്തായിട്ട് നമുക്ക് ഏരൂർ ഇടമൺ റോഡ് കാണാം. ഭാവിയിൽ നമ്മുടെ കടമ്പാട്ട് കോണത്തു നിന്നുള്ള ഗ്രീൻഫീൽഡ് ഹൈവേ വന്ന് ചേരുന്ന ഇടമണ്ണാണ്. എപ്പോൾ ഇതുവഴി പോയാലും ഓർമ്മ വരുന്ന ആ ഒരു റോഡിനെ കുറിച്ചാണ്. വലിയൊരു ജംഗ്ഷനായിട്ട് ഉടൻ ഇടമൺ മാറുന്നതാണ് ഒരു ഹൈവേ വരുന്നതോടുകൂടി. സമയം 12:40 ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഉറുകുന്നിലൊരു ബ്രേക്ക് ഉണ്ടെന്ന്. ആ ബ്രേക്കിനായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട്. സമീപത്തായിട്ടൊരു കടയുണ്ട്. ഏറെ വൈകിയും പ്രവർത്തിക്കുന്ന ഒരു കടയാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവർ സാറും കണ്ടക്ടർ സാറും മറ്റ് യാത്രക്കാരും എല്ലാം ആ കടയിൽ കയറി ആഹാരം കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ അവിടെ കയറി ആഹാരം കഴിക്കാൻ നിന്നില്ല. ഞാൻ ബസ്സിൻ്റെ കുറച്ച് വീഡിയോകളൊക്കെ എടുത്തു. രാത്രി യാത്ര എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉറങ്ങുന്നില്ല എന്ന് ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ ബസ്സിൽ കയറിയത്. അതുകൊണ്ട് തന്നെ ഉറങ്ങാതിരിക്കാൻ ചെറിയൊരു കാപ്പി വാങ്ങി കുടിച്ചു. ചൂടുകാലമാണെങ്കിലും ഉറുകുന്നിലെ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. നമ്മുടെ താഴ്ഭാഗത്തു കൂടിയാണ് കല്ലടയാർ ഒഴുകുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മുടെ കുരിശുമല അല്ലെങ്കിൽ പാണ്ഡവൻ പാറയൊക്കെ ഉണ്ട്. അല്ലെങ്കിലും പണ്ട് മുതൽ തന്നെ നമ്മുടെ തെന്മല റൂട്ടിൽ വരുമ്പോൾ കുറച്ചെങ്കിലും കാണാനൊരു ഭംഗിയുള്ള സ്ഥലമാണ് ഉറുകുന്നെന്ന് പറയുന്നത്. നമ്മൾ ഒരു അത്ഭുതത്തോടെയൊക്കെ നോക്കി നിൽക്കുന്ന ചില കാഴ്ചകളൊക്കെ ഉറുകുന്നിലുണ്ട്. അവിടുത്തെ ആ ഗ്രൗണ്ട് ആയാലും മുകളിൽ കൂടി പോകുന്ന കനാലായാലും പാണ്ഡവൻ പാറയൊക്കെ ആയാലും അതിമനോഹരമായ കാഴ്ചകളാണ് ഉറുകുന്നിലുള്ളത്. ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പതുക്കെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. നിരവധി ചരക്ക് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പല സമയത്തും നമ്മുടെ മുന്നിൽ ചരക്ക് വാഹനങ്ങൾ വന്ന് പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയേറെ അവഗണന നേരിടുന്ന ഒരു ദേശീയപാത വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. NH 744 കൊല്ലം തിരുമംഗലം ദേശീയപാത. ദിവസവും നിരവധി ചരക്ക് വാഹനങ്ങളും ടൂറിസ്റ്റ് വാഹനങ്ങളും യാത്രാ വാഹനങ്ങളും ഒക്കെ കടന്നു പോകുന്ന കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ പുനലൂർ ആര്യങ്കാവ് സെക്ഷനിലെ വലിയ വളവുകളും വീതിക്കുറവും ഒന്നും പരിഹരിക്കാൻ ഇതുവരെയായിട്ടും ഒരു മാർഗവും അധികാരികൾ സ്വീകരിച്ചിട്ടില്ല. സമയം 1 മണിയായിട്ടുണ്ട്. നമ്മൾ ഡാം ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നു. നമ്മുടെ ഡാം ജംഗ്ഷൻ ഒഴിവാക്കി നേരെ തെന്മല ടൗണിലേക്ക് പോകാനുള്ള റോഡിൽ എന്തോ പണികൾ നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ ബസ്സിൻ്റെ ഷെഡ്യൂളും ഈ ഡാം വഴി ആയിരിക്കണം. എങ്കിലും മറ്റേ ഒരു റോഡ് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഡാം ജംഗ്ഷൻ വഴിയാണ് മുകളിലേക്ക് വരുന്നത്. അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിരവധി വാഹനങ്ങളാണ് ദിവസവും നമ്മുടെ ഈ ഡാം ജംഗ്ഷനിൽ നിന്ന് തെന്മല ടൗണിലേക്കുള്ള റോഡിൽ അപകടത്തിൽപ്പെടുന്നത്. ഒരു കുത്തനെയുള്ള വളവാണ് ആ ഒരു ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ പല വാഹനങ്ങളും ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ട്. നമ്മൾ സംശയിച്ചതുപോലെ തന്നെ ഇവിടെ വലിയ ബ്ലോക്കാണ്. ഏതോ ഒരു വാഹനം ആ വളവിൽ കുടുങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തേക്കുള്ളതായി. ഇനി കുറച്ച് നേരം എന്തായാലും ഇവിടെ ഒരു റെസ്റ്റിന് ഉള്ള വക ഒരുങ്ങിയിട്ടുണ്ട്. പതുക്കെ വാഹനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല മുകളിൽ നിന്ന് വാഹനങ്ങൾ താഴേക്ക് ഇറങ്ങി വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തോ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വാഹനം ഒതുക്കി താഴെ തന്നെ ഇരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് മുന്നോട്ട് നീക്കിയിടുന്നതല്ലാതെ വലിയ രീതിയിൽ വാഹനം മുന്നോട്ട് നീങ്ങുന്നില്ല. എന്തായാലും ഇടയ്ക്ക് നമ്മുടെ ബിനു സാറ് പറഞ്ഞു ഞാനൊന്ന് ഇറങ്ങിപ്പോയി നോക്കിയിട്ട് വരാം അവിടെ എന്താണ് നടക്കുന്നത്. ഇനി ബ്രേക്ക് ഡൗണോ വല്ലതും ആണെങ്കിൽ നമ്മളൊരു 1.5 മണിക്കൂർ ഇവിടെ കഴിയേണ്ടി വരും. അത്രയ്ക്ക് ചെറിയ പാതയും അത്രയ്ക്കധികം വാഹനങ്ങളുമാണ് ഈ ഒരു വഴിയിലൂടെ താഴേക്കും മുകളിലേക്കുമായിട്ട് പോകുന്നത്. ബിനു സാർ ഇറങ്ങി പോയിട്ട് വന്നു. എന്തോ വലിയൊരു വണ്ടി അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഒരു വലിയ ടോറസ് ലോറിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ആ വളവിൽ തന്നെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്. തിരുവനന്തപുരം ചെങ്കോട്ട റോഡിൻ്റെ ഭാഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പണ്ട് തിരുവനന്തപുരം ചെങ്കോട്ട റോഡ് നിലവിലുള്ള തെന്മല ഡാമിൻ്റെ അടിയിലൂടെ ആയിരുന്നു എന്ന് രേഖകളിൽ പറയുന്നുണ്ട്. അതിനുശേഷം നിർമ്മിച്ച റോഡാണ് നിലവിൽ നമ്മൾ ഈ കാണുന്ന തെന്മല ഡാം ജംഗ്ഷനിൽ നിന്ന് തെന്മല ടൗണിലേക്കുള്ള ഈ ഒരു റോഡ്. ഈ ഒരു റോഡിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന ഈ വളവ് തന്നെയാണ്. ഈ വളവിൽ നിരവധി ലോറികൾ ആക്സിഡൻറ്റിൽ പെടുന്നത് നിത്യസംഭവമാണ്. പലപ്പോഴും മുകളിൽ നിന്ന് വലിയൊരു ഇറക്കമാണ്. നമ്മുടെ തെന്മല ജംഗ്ഷനിൽ നിന്ന് മുകളിലേക്ക് കയറി പിന്നീട് വലിയൊരു ഇറക്കമാണ് തുടങ്ങുന്നത് വനത്തിനകത്തു കൂടി. ആ ഇറക്കം വന്ന് അവസാനിക്കുന്നത് നമ്മുടെ ഈ ഒരു വളവിൻ്റെ താഴെയായിട്ടാണ്. അതുകൊണ്ട് തന്നെ പല ലോറികളും ന്യൂട്രലിട്ടും അല്ലെങ്കിൽ അശ്രദ്ധമായിട്ട് ബ്രേക്ക് ചവിട്ടിയൊക്കെ വന്ന് ബ്രേക്ക് നഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇടിച്ചു കയറുകയും താഴേക്ക് വീഴുകയൊക്കെ ചെയ്യുന്ന സംഭവം ഈ ഒരു വളവിൽ നിത്യസംഭവമാണ്. എന്നൊരു വാർത്ത എടുത്ത് നോക്കിയാലും മാസത്തിലൊരു 2-3 വാർത്ത ഇവിടുത്തെ അപകടത്തിൻ്റേത് കാണും. അങ്ങനെ ഏറെ നേരത്തെ ബ്ലോക്കിന് ശേഷം നമ്മൾ പതുക്കെ മുകളിലേക്ക് കയറി പോവുകയാണ്. വളവ് കയറി നമ്മൾ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു. നല്ല ടൈം എടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇടയ്ക്കെല്ലാം നമ്മളിവിടെ ഇങ്ങനെ പോസ്റ്റായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയും ഞാൻ എടുക്കുന്നില്ല. നമ്മളിങ്ങനെ മൂവ് ചെയ്യുന്ന വീഡിയോ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. നമ്മളങ്ങനെ മുകളിലേക്ക് കയറി വന്നപ്പോൾ നമ്മുടെ കഥാനായകൻ ഇവിടെ കിടപ്പുണ്ട്. ഈ കാണുന്നൊരു ലോറിയാണ് ഇവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടന്നത്. ഇത് കാരണം നമ്മൾ കുറേ നേരം ഇവിടെ കിടക്കേണ്ടി വന്നു. പിന്നീട് കുറേ അധികം ലോറി ചേട്ടന്മാരെല്ലാം വന്ന് ഇത് തള്ളി മാറ്റി ഒരു സൈഡിലേക്ക് ഇട്ടതാണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് നിലവിൽ മുകളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് താഴേക്കും വരാൻ പറ്റിയില്ല, താഴെ നിന്നുള്ളവർക്ക് മുകളിലേക്കും പോകാൻ പറ്റിയില്ല. വലിയ ലോറികളാണ്. നമ്മൾ പറയുന്നത് പോലെയല്ല, കേരളത്തിൻ്റെ തെക്കൻ കേരളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ചരക്ക് കടത്ത് റൂട്ടാണ് നമ്മുടെ ഈ ഒരു ആര്യങ്കാവ് പുനലൂർ പാതയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. വലിയ നീളമുള്ള വാഹനങ്ങളും അല്ലാത്തതും എല്ലാം. തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സും വന്ന് ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് തൂത്തുക്കുടി, കൊല്ലം, എറണാകുളം ബസ്സാണെന്ന് തോന്നുന്നു CTCയുടേത്. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. നമ്മൾ തെന്മല ഡാം ജംഗ്ഷനിൽ എത്തിയത് 1 മണിക്കായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം നമ്മൾ ഈ വനത്തിൽ തന്നെ കഴിയുകയാണ്. അതായത് ഈ ഒരു വളവ് തിരിഞ്ഞൊന്ന് കയറി വരാനായിട്ടാണ് ഒരു 1 മണിക്കൂർ സമയം നമ്മൾ നഷ്ടപ്പെടുത്തിയത്. അത്രയ്ക്ക് വലിയ ബ്ലോക്കാണ്. മുകളിൽ നിന്ന് ഇനിയും വാഹനങ്ങൾ താഴേക്ക് വരാനുണ്ട്.
ബെനിസാറ് ഇവിടെ നിന്ന് പറയുന്നത് കേട്ടു, സാധാരണ എസ്പെൻഡിലാണ് ഇത്തരത്തിലൊരു വലിയ ബ്ലോക്കൊക്കെ വരുന്നത്. അതിന് പകരമായിട്ട് ഇന്ന് കിട്ടിയത് നമ്മുടെ തെന്മല ഡാമിൻ്റെ മുകളിലായിട്ടാണ്. എന്തായാലും നമ്മുടെ കുറച്ച് സമയം ഇവിടെ നഷ്ടപ്പെട്ടു. ഏകദേശം 1.5 മണിക്കൂർ, ഇനി ഒരു അരമണിക്കൂറൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നേരെ തെന്മല ഡാം ജംഗ്ഷനിൽ നിന്ന് ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെയും വലിയ നിരയാണ്. എന്തായാലും നമ്മുടെ ലൈൻ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ നേരെ പോവുകയാണ്. ഓപ്പോസിറ്റ് വരുന്ന ലൈനിൽ എപ്പോഴും ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്. തെന്മല ഡാം ജംഗ്ഷനിലൊക്കെ നല്ല ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. എന്തായാലും 1.5 മണിക്കൂർ തെന്മലയിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ തെന്മലയോട് വിട പറഞ്ഞു പോവുകയാണ്. കാര്യം എന്തൊക്കെയായാലും നമ്മൾ ഈ ലോറി ചേട്ടന്മാരെ സംബന്ധിച്ച് കൊടുക്കണം. അവർ വെളുപ്പിന് 1 മണിയാണ് സമയം. ആ ഒരു സമയത്തും ഇറങ്ങി നിന്ന് തെന്മല പോലീസിൻ്റെ കൂടെ തന്നെ, പോലീസുകാരും ഉണ്ടായിരുന്നു, അവരുടെ കൂടെ തന്നെ നിന്ന് മുകളിൽ നിന്നും താഴെ നിന്നും വരുന്ന വാഹനങ്ങൾക്കെല്ലാം സൈഡും എല്ലാം പറഞ്ഞു കൊടുത്ത് ചിലപ്പം രാവിലെ വരെ നീണ്ടു പോയേക്കാമായിരുന്ന ഒരു ബ്ലോക്കിനെ ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് തന്നെ അഴിച്ചെടുത്ത് നമുക്ക് പോകാനായിട്ട് വഴി ഒരുക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ നന്ദി എത്ര പറഞ്ഞാലും മതിയാകില്ല. അങ്ങനെ കൃത്യം 2:30 നമ്മൾ തെന്മലയോട് വിട പറയുകയാണ്. നമ്മുടെ ലൈൻ നല്ല ക്ലിയർ ആയിട്ട് കിടപ്പുണ്ട്. പക്ഷേ നമ്മുടെ ഓപ്പോസിറ്റ് ലൈന്, നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ലൈൻ എന്താണ്, ബ്ലോക്കായി ഇപ്പോഴും കിടക്കുകയാണ്. അതിന് മുന്നോട്ട് പോകുന്നതിന് എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. ഇപ്പോഴും ആ തെന്മല ആ ഒരു വളവ് ഭാഗത്തായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ലൈൻ എന്തായാലും ക്ലിയർ ആയത് നമുക്ക് ആശ്വാസമാണ്. നമ്മളെന്തായാലും നല്ല സ്പീഡിൽ തന്നെ എങ്ങനെയെങ്കിലും അതിർത്തി കടക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി. കാരണം അതിർത്തി കടന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളൊരു ചെങ്കോട്ടയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മധുര വരെയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത റോഡാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ അതിർത്തി ഒന്ന് കടക്കുന്നവരെ നമ്മളിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു ബ്ലോക്ക് പ്രതീക്ഷിക്കാം. ഒന്നെങ്കിൽ ഈ ഒരു തെന്മല ഭാഗത്തായിരിക്കും. അതിപ്പോൾ ഒരു റോഡ് പണി നടക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ വലിയ പ്രശ്നമില്ല. പിന്നെ ഡെസ്പെൻഡിൽ എപ്പോഴും ഒരു ബ്ലോക്ക് കാണും. അവിടെ വലിയ വാഹനങ്ങളൊക്കെ വന്ന് തിരിഞ്ഞ് കയറാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഇനി ഭാവിയിലെ ഗ്രീൻഫീൽഡ് ഹൈവേ വരുമ്പോൾ അവിടെയൊക്കെ നല്ല വീതിയായിട്ട് മാറുമെന്ന പ്രതീക്ഷയാണ് എനിക്കിപ്പോഴും ഉള്ളത്. സമയം 3 മണിയായിട്ടുണ്ട്. നമ്മൾ ആര്യങ്കാവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ ബുക്കിംഗ് സൈറ്റ് പ്രകാരം നമ്മുടെ ഈ ബസ് കോട്ടവാസൽ എത്തിച്ചേരേണ്ടത് രാവിലെ 1:10-നാണ്. അതായത് 2 മണിക്കൂറോളം ലേറ്റായിട്ട് നമ്മൾ ആര്യങ്കാവിൽ എത്തിച്ചേർന്നിട്ടേ ഉള്ളൂ. ഇനിയൊരു ബ്ലോക്കും കൂടെ നമുക്ക് താങ്ങാൻ പറ്റില്ല. പിന്നീട് നമുക്ക് മധുരയിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത്രയ്ക്ക് ലേറ്റായിട്ടായിരിക്കും നമ്മൾ പിന്നെ മധുരയിൽ ചെല്ലുന്നത്. എന്തായാലും നമ്മൾ എസ്പെൻഡിലെത്തി. നമ്മൾ വിചാരിച്ച പോലെ വലിയ ബ്ലോക്കൊന്നും എസ്പെൻഡിലില്ല. കാരണം ഏകദേശം നേരം എടുക്കാറായി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വാഹനങ്ങളെല്ലാം കടന്നു പോയി കഴിഞ്ഞു. ഈ 3 മണി 3:30 സമയത്താണ് നമ്മൾ എസ്പെൻഡ് ഇറങ്ങുന്നത്. എന്തായാലും മലയും കുന്നുമൊക്കെ ഇറങ്ങി നമ്മൾ നിരപ്പായ സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വണ്ടിക്ക് കുറച്ച് സ്പീഡൊക്കെ എടുത്ത് പോകാം. അതുകൊണ്ട് തന്നെ നമുക്ക് നഷ്ടപ്പെട്ട സമയം അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ എടുക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. എങ്കിലും മധുരയിൽ നമുക്ക് സ്ഥിരം ഷെഡ്യൂൾഡ് ടൈമിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും പറന്നൊന്നും പോകാൻ പറ്റുന്ന ഒരു വണ്ടിയൊന്നുമല്ല നമ്മുടെ KSRTC ബസ് എന്ന് പറയുന്നത്. സ്പീഡ് ലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സമയം 3:35 ആയിട്ടുണ്ട്. നമ്മുടെ ഷെഡ്യൂൾഡ് ടൈം എന്ന് പറയുന്നത് 1:30 ആയിരുന്നു. ഏകദേശം 2 മണിക്കൂർ ലേറ്റായിട്ട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെങ്കോട്ട ടൗൺ ഉണർന്നു വരുന്നതേ ഉള്ളൂ. രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ടിന് നമുക്ക് പതുക്കെ മുന്നോട്ട് പോകാം. ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ കയറില്ല. രാത്രി നമ്മുടെ കേരളത്തിലെ ബസ് സ്റ്റാൻഡുകളിൽ പോലും വാഹനങ്ങൾ കയറാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ കയറിയിട്ടില്ല. നമുക്കിനി നേരെ പോകാനുള്ള തെങ്കാശിയിലാണ്. തെങ്കാശിയിൽ രാത്രിയാണെങ്കിലും കയറും. നമ്മുടെ സ്ഥിരം ഷെഡ്യൂൾഡ് ടൈമിൽ തെങ്കാശിയിൽ ഞാൻ പണ്ടൊരു ദിവസം ഈ മധുര ബസ് കണ്ടിട്ടുണ്ട്. അത്യാവശ്യം ആളുകൾ നോക്കി നിന്ന് കയറുന്നുണ്ട് ആ ഒരു സമയത്ത് വരുമ്പോൾ. ഇനി എന്താണെന്ന് അറിയില്ല. കാരണം ഇത്രയും ലേറ്റായിട്ട് വന്ന സ്ഥിതിക്ക് ആളുകളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. തെങ്കാശിയിൽ നിന്ന് മധുരയ്ക്ക് സ്ഥിരമായിട്ട് ബസ്സുകൾ പോകുന്ന ഒരു റൂട്ടാണ്. തമിഴ്നാടിൻ്റെ തന്നെ പോയിന്റ് ടു പോയിന്റ് സർവീസുകളും AC സർവീസുകളും എല്ലാം സർവീസ് നടത്തുന്ന റൂട്ടാണ്. സമയം 3:42 നമ്മൾ തെങ്കാശിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബുക്കിംഗ് സൈറ്റ് നോക്കിയപ്പോൾ ഒരു സംശയം. 1:30 നമ്മൾ ചെങ്കോട്ടയിൽ ബുക്കിംഗ് സൈറ്റിൽ കാണിക്കുന്നത് നമ്മുടെ ഷെഡ്യൂൾഡ് ടൈം എന്ന് പറയുന്നത്. പിന്നീട് ചെങ്കോട്ടയിൽ നിന്ന് തെങ്കാശിയിൽ എത്തിച്ചേരുന്നത് 2:15, അതായത് ഏകദേശം 45 മിനിറ്റ് എടുത്താണ് തെങ്കാശിയിൽ എത്തിച്ചേരുന്നതെന്നാണ് ബുക്കിംഗ് സൈറ്റിൽ കാണിക്കുന്നത്. ചിലപ്പം തെങ്കാശിയിൽ റെസ്റ്റ് കാണും കുറച്ചധികം സമയം. അതും കൂടി ചേർത്തായിരിക്കും 2:15 സമയം കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് 3:42-നാണ്. ഇനി നമുക്ക് തെങ്കാശിയിൽ ചെന്ന് റെസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. തെങ്കാശി ഫ്ലൈ ഓവർ കയറിയിട്ട് നമ്മുടെ താഴെയായിട്ട് റെയിൽവേ സ്റ്റേഷനുണ്ട്. ഫ്ലൈ ഓവർ കയറി നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിന്നീട് മധുര റൂട്ടിൽ തിരുമംഗലം ദേശീയപാതയിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. തെങ്കാശി നഗരം ഉണർന്നു തുടങ്ങിയിരിക്കുന്നു. ഈ ഒരു കാഴ്ച തമിഴ്നാട്ടിലെ സ്ഥിരം കാഴ്ചയാണ്. നമ്മുടെ ഓട്ടോയുടെ ബാക്ക് സൈഡിലായിട്ട് ആളുകൾ ഇരുന്ന് പോകുന്നത്. നമ്മുടെ നാട്ടിലാണ് ഈ പരിപാടിയൊന്നും നടക്കില്ല. അപ്പം തന്നെ ഫൈൻ അടിച്ച് ആളെ പറഞ്ഞു വിടും. നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡ്. നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ KSRTC ബസ്സുകളുടെ ഒരു നീണ്ട നിര കാണാം. നമുക്ക് കേരളത്തിലെ ഒരു KSRTC ബസ് സ്റ്റാൻഡാണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അത്രയധികം KSRTC ബസ്സുകൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഈ ഒരു കയറി വരുന്ന ഭാഗത്തും അതിനകത്തായിട്ടും എല്ലാം KSRTC ബസ്സുകളാണുള്ളത്.
നമ്മുടെ സ്റ്റേ ബസ്സുകളാണ്. കേരളത്തിൻ്റെ വിവിധ നഗരങ്ങളിൽ നിന്ന് തെങ്കാശിയിൽ വന്ന് സ്റ്റേ ചെയ്യുന്ന ബസ്സുകളാണ്. തെങ്കാശി നഗരവും കേരളത്തിലെ മറ്റ് നഗരങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കച്ചവടത്തിനാണ്. ഇവിടെയുള്ള ആളുകൾ അവിടേക്ക് കച്ചവടത്തിനും അവിടെയുള്ള ആളുകൾ ഇവിടേക്ക് കച്ചവടത്തിനും വരുന്ന ഒരു ബന്ധമാണ് തെങ്കാശിയും നമ്മുടെ കേരളത്തിലെ മറ്റ് നഗരങ്ങളുമായിട്ടുള്ളത്. നമ്മുടെ ബസ് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു 5 മിനിറ്റ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു റെസ്റ്റ് ഉണ്ട്. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. കാരണം നമ്മൾ ഓൾറെഡി ഒരു 2 മണിക്കൂറോളം ലേറ്റ് ആയിട്ടാണ് പോകുന്നത്. ബസ് നിർത്തി ആ ടോയ്ലറ്റിൽ പോകേണ്ട ആളുകളെല്ലാം ടോയ്ലറ്റിലേക്ക് പോയിട്ടുണ്ട്. ചായ കുടിക്കേണ്ടവരൊക്കെ പോയിട്ടുണ്ട്. കഷ്ടിച്ചൊരു 5 മിനിറ്റ് മാത്രമാണ് നമ്മുടെ തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ ചിലവഴിച്ചത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. കാരണം നമുക്കിനി സമയം നഷ്ടപ്പെടുത്താനില്ല. ഉറങ്ങുന്നില്ല എന്ന് ഉറപ്പിച്ചായിരുന്നു കയറിയത്. പക്ഷേ എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നവരൊക്കെ നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുതായിട്ടൊരു മയക്കം തട്ടുന്നുണ്ട്. എന്തായാലും പറ്റുമെങ്കിൽ ഞാനൊന്ന് ഉറങ്ങാനായിട്ട് തീരുമാനിച്ചു. തെങ്കാശി കഴിഞ്ഞാൽ പിന്നെ പ്രധാന പട്ടണങ്ങൾ എന്ന് പറയുമ്പോൾ അടുത്തത് കടയനല്ലൂരാണ്. തെങ്കാശിയിൽ നിന്ന് നമ്മൾ ആദ്യം ചെല്ലുന്നത് കടയനല്ലൂർ, അത് കഴിഞ്ഞിട്ട് പിന്നെ പുളിയൻകുടി, അത് കഴിഞ്ഞിട്ട് പിന്നീട് വാസുദേവനല്ലൂർ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രാജപാളയത്തിലേക്ക് എത്തുന്നത്. എന്തായാലും ഞാൻ എൻ്റെ ഉറക്കത്തിലേക്ക് കടക്കുകയാണ്. ഇനി നമുക്ക് എവിടെ വെച്ച് എഴുന്നേക്കുന്നോ അവിടെ വെച്ചുള്ള കാഴ്ചകൾ കണ്ടു തുടങ്ങാം. ഒരു അരമണിക്കൂർ മാത്രമാണ് ഉറങ്ങിയത്. അരമണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തന്നെ നമ്മൾ പുളിയൻകുടിയിലായിട്ടുണ്ട്. കടയനല്ലൂരൊക്കെ പിന്നിട്ട് നമ്മൾ പുളിയൻകുടിയിലേക്ക് എത്തിയിട്ടുണ്ട്. 3:56 ഒരു 4 മണി സമയത്തായിരുന്നു ഞാൻ കിടന്നത്. 4:30 ആയപ്പോൾ നമ്മൾ പുളിയൻകുടിയിൽ എത്തിയിട്ടുണ്ട്. പുളിയൻകുടി എന്ന് പറയുമ്പോൾ നമ്മുടെ തെക്കിൻ്റെ ലെമൺ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. പുളിയൻകുടിയിലെ നാരങ്ങ മാർക്കറ്റ് വളരെയധികം ഫേമസ് ആണ്. നമ്മുടെ കേരളത്തിലേക്കുള്ള നാരങ്ങ മുഴുവൻ വരുന്നത് പുളിയൻകുടിയിൽ നിന്നാണ്. പുളിയൻകുടി നാരങ്ങയ്ക്ക് ഈ ഇടയ്ക്ക് GI ടാഗ് പദവി ലഭിച്ചിരുന്നു. ഇനിയിപ്പോൾ പുളിയൻകുടിയിലെ നാരങ്ങയ്ക്ക് ഡിമാൻഡ് കയറും. GI ടാഗൊക്കെ ലഭിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വിലയിൽ തന്നെ നാരങ്ങ കിട്ടുമോ എന്നൊക്കെ സംശയമായിരിക്കും. എങ്കിലും ലെമൺ സിറ്റി എന്നറിയപ്പെടുന്ന പുളിയൻകുടി വഴിയാണ് നമ്മളിപ്പോൾ കടന്നു വന്നത്. പുളിയൻകുടിയുടെ തൊട്ടടുത്ത പട്ടണമാണ് വസുദേവനല്ലൂർ. നമ്മൾ 4:35-36 കൂടി വസുദേവനല്ലൂരിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം 9 കിലോമീറ്റർ 8 കിലോമീറ്ററിനുള്ളിലാണ് പുളിയൻകുടിയിൽ നിന്ന് വസുദേവനല്ലൂർ ഉള്ളത്. രവിചന്ദ്രൻ സാർ പറഞ്ഞു എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. വസുദേവനല്ലൂരിൽ രാവിലെ കടകളൊക്കെ ഓപ്പണായി തുടങ്ങിയിട്ടുണ്ട്. നോമ്പ് കാലം ആയതുകൊണ്ട് തന്നെ മിക്ക കടകളിലും ആളുകളുടെ തിരക്കും കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ നിർത്തി ചായ കുടിക്കാൻ തീരുമാനിച്ചു. മധുരയ്ക്ക് പോകാനുള്ള ബസ്സുകൾ, തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സുകളൊക്കെ പുറകിലായിട്ട് കാണാം. എന്തായാലും നമ്മുടെ വണ്ടി സൈഡിലായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇനിയൊരു ചായക്കട തപ്പി നമുക്ക് ചായ കുടിക്കാം. സമയം 4:35-36 കഴിഞ്ഞതേ ഉള്ളൂ. ബസ്സിൽ കിടന്ന് ഉറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കാഴ്ചകളൊക്കെ നഷ്ടമായേനെ. ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് രാത്രിയിൽ ഉറങ്ങാതെ ഇരുന്ന് ഇത്തരം അപൂർവ കാഴ്ചകൾ കാണുന്നത്. ഇപ്പോൾ തന്നെ വാസുദേവനല്ലൂർ ഉണരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശിവഗിരി ഇറങ്ങണ്ട, ശിവഗിരി ഇറങ്ങാണ്ടോ. 5 മണിയായിട്ടുണ്ട്. നമ്മൾ ശിവഗിരിയിൽ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് നമ്മൾ മധുരയോട് അടുക്കാറായിട്ടുണ്ട്. ശിവഗിരിയിൽ നിന്നും ഏകദേശം ഒരു 110 കിലോമീറ്റർ അടുപ്പിച്ചാണ് മധുരയ്ക്ക് ഉള്ളത്. അത് ഏകദേശം നമ്മളൊരു 2-2.5 മണിക്കൂറിനുള്ളിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ട് ഇനി അധികം സമയമില്ല നമുക്ക് മധുരയിൽ എത്തിച്ചേരാനായിട്ട്. നമ്മൾ 7-7:30 തന്നെ എനിക്ക് തോന്നുന്നു മധുരയിൽ എത്തുമെന്ന്. എന്തായാലും നമ്മുടെ ഷെഡ്യൂൾഡ് ടൈം ആയിട്ടുള്ള 6:30 നമ്മൾ എന്തായാലും മധുരയിൽ എത്തത്തില്ലെന്ന് ഏകദേശം ഉറപ്പാണ്. ശിവഗിരിയിൽ പ്രസിദ്ധമായിട്ടൊരു അമ്പലമുണ്ട്. അവിടെ സ്ഥിരമായിട്ട് സിനിമാ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. തമിഴ് സിനിമകളുടെ ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷനായൊരു അമ്പലം നമ്മുടെ ശിവഗിരിയിലുണ്ട്. അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പട്ടണം തന്നെയാണ് ശിവഗിരി എന്ന് പറയുന്നത്. ശിവഗിരിയിൽ നിന്ന് കൂടുതൽ ഇടത്തേക്ക് പോകുമ്പോൾ നമ്മൾ പശ്ചിമഘട്ട മേഖലയിലേക്കാണ് ചെന്നെത്തുന്നത്. അവിടെയായിട്ട് കൂടുതൽ വനമേഖലകളും പിന്നീട് ഒരുപാട് മലകളും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു മേഖലയാണ് ശിവഗിരി എന്ന് പറയുന്നത്. തെങ്കാശി അടുത്ത് കാണപ്പെടുന്ന പോലെയുള്ള തിരുമലൈക്കോവിൽ പോലെയുള്ള ചെറിയ ചെറിയ മലകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സേത്തൂരിലേക്കാണ്. സേത്തൂർ എന്ന് പറയുമ്പോൾ രാജപാളയത്തിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ മുൻപായിട്ടാണ്. ഈ ഒരു പ്രദേശത്തിൻ്റെ എല്ലാം പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. പശ്ചിമഘട്ട പ്രദേശത്തിന് അടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെല്ലാം വനപ്രദേശങ്ങൾ കൂടുതലാണ്. സേത്തൂരിൽ നിന്ന് നമ്മൾ കുറച്ച് പടിഞ്ഞാറേക്ക് സഞ്ചരിച്ചാൽ നമ്മുടെ പശ്ചിമഘട്ട മേഖലയിലേക്ക് എത്തും. അവിടെയെല്ലാം വലിയ വനപ്രദേശങ്ങളുണ്ട്. സമയം 5:23 ആയിട്ടുണ്ട്. നമ്മളങ്ങനെ രാജപാളയത്തിലേക്ക് എത്തിച്ചേർന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് രാജപാളയം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ഇടയിലേക്ക് രാജപാളയം ഡോഗ്സ് ഭയങ്കര ഫേമസ് ആണ്. രാജപാളയം എന്ന പേര് വരാൻ കാരണം രാജ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിങ് അല്ലെങ്കിൽ രാജാവ്, പിന്നീട് പാളയം എന്ന് പറയുമ്പോൾ തമിഴിൽ ഫോർട്ട് കൊട്ടാരം എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. രാജാവിൻ്റെ കൊട്ടാരം എന്ന രീതിയിൽ, അതായത് പണ്ട് നമുക്കറിയാം വിജയനഗര സാമ്രാജ്യമൊക്കെ മധുര ആസ്ഥാനമായിട്ടുള്ള ഒരുപാട് രാജവംശങ്ങളൊക്കെ നിലനിന്നിരുന്ന കാലമുണ്ട്. ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് വന്നൊരു പേരായിരിക്കണം രാജപാളയം എന്നത്. നമുക്ക് ഒരുപാട് ചരിത്ര രേഖകളിൽ പലതായിട്ട് പറയുന്നതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് ഏതാണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോയില്ല. എന്തായാലും പേര് ഏകദേശം ഈ ഒരു കാരണം കൊണ്ടായിരിക്കും വരേണ്ടത്. രാജ ഫോർട്ട്, രാജപാളയം, രാജാവിൻ്റെ കൊട്ടാരം എന്ന അർത്ഥം മൂലം വന്നതാവണം. എന്തായാലും വലിയൊരു പട്ടണം തന്നെയാണ്
രാജപാളയം ഡോഗ് മാത്രമല്ല കോട്ടൺ വ്യവസായം, പിന്നീട് മാങ്ങ, അങ്ങനെയുള്ള ഒരുപാട് കൃഷികളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയ പട്ടണം തന്നെയാണ് രാജപാളയം എന്ന് പറയുന്നത്. 5:40 കഴിഞ്ഞു നമ്മൾ ശ്രീവല്ലിപുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ശ്രീവല്ലിപുത്തൂർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എല്ലാം കേട്ടിട്ടുള്ള ഒരു പട്ടണമാണ്. നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാരത്തായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് ശ്രീവല്ലിപുത്തൂർ. നമ്മുടെ മേഘമലയുടെ താഴ്വാരത്തായിട്ടാണ് ശ്രീവല്ലിപുത്തൂർ ഉള്ളത്. ശ്രീവല്ലിപുത്തൂരിനെയും മേഘമലയും ചേർത്ത് അടുത്തിടയ്ക്ക് ഒരു വന്യജീവി സങ്കേതമൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ചാമ്പൽ മലയണ്ണാനെയോ മറ്റോ സംരക്ഷിക്കുന്ന ഒരു വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പട്ടണമാണ് ശ്രീവല്ലിപുത്തൂർ എന്ന് പറയുന്നത്. ശ്രീവല്ലിപുത്തൂരിൽ നിന്ന് വലത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ശിവകാശിയിലൊക്കെ പോകാൻ പറ്റുന്നത്. ഈ മധുര യാത്രയൊക്കെ കഴിഞ്ഞ് ഒരിക്കലും ശ്രീവല്ലിപുത്തൂർ എന്ന് വരണം. ഒത്തിരി കാഴ്ചകൾ ഉള്ള ഒരു സ്ഥലമാണ് ശ്രീവല്ലിപുത്തൂർ എന്ന് പറയുന്നത്. ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ കഴിയുന്നതിലും അപ്പുറം കാഴ്ചകൾ ശ്രീവല്ലിപുത്തൂരിലുണ്ട്. സമയം 5:53 ആയിട്ടുണ്ട്. നമ്മൾ കൃഷ്ണൻ കോവിൽ എന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കൃഷ്ണൻ കോവിലിൻ്റെ പ്രത്യേകത നമുക്കിപ്പോൾ തന്നെ കാണാം. നമ്മുടെ NH 744 വീതി കൂട്ടുന്ന പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്ന അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള റോഡിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ടാണ് പോയേക്കുന്നത്. ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചതാണ്. ഏകദേശം കൃഷ്ണൻകോവിലിൽ നിന്ന് പോകുന്ന ഈ റോഡ് നമ്മൾ ഇതുവരെയായിട്ടും കണ്ടില്ലായിരുന്നു. ഇതിന് വന്ന് ചേരാൻ പോകുന്നത് നമ്മൾ ഇപ്പോൾ വന്ന രാജപാളയത്തിനടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ റോഡിൽ വന്ന് ചേരുന്നത്. അവിടെ തൊട്ട് അങ്ങോട്ടുള്ള അലൈൻമെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് വ്യക്തമല്ല. പക്ഷേ നിലവിൽ ഈ വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന പണികൾ നടക്കുന്നത് ഏകദേശം രാജപാളയത്തിന് അടുത്ത് വെച്ചിട്ടാണ് നമ്മുടെ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വന്ന് പ്രവേശിക്കുന്നത്. ഇവിടെ മുതൽ നമ്മുടെ തിരുമംഗലം വരെ നേരെയാണ് പോകുന്നത്. സർവീസ് റോഡിലൂടെയാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം പണി പൂർണ്ണമായിട്ട് പൂർത്തിയായിട്ടില്ല. പല സ്ഥലങ്ങളിലും ബ്രിഡ്ജുകളും ഒക്കെ നിർമ്മിച്ച് വരുന്നതേ ഉള്ളൂ. നമ്മുടെ NH 66 പണി നടക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും NH 744 പണി നടക്കുന്നത്. സർവീസ് റോഡ് മുകളിലായിട്ട് നമ്മുടെ സ്പീഡ് ട്രാക്കൊക്കെ ഉള്ള മെയിൻ ഹൈവേ, അങ്ങനെ രാജപാളയം മുതൽ തിരുമംഗലം വരെയുള്ള റോഡിൻ്റെ പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തായാലും ഉപകാരമാണ്. നമുക്ക് അറ്റ്ലീസ്റ്റ് രാജപാളയം എത്തിയിട്ടെങ്കിലും നല്ല റോഡുകളിലൂടെ പെട്ടെന്ന് തന്നെ മധുരയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. ഏകദേശം ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ പണി പൂർണ്ണമായിട്ടും തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഏകദേശം നമ്മൾ ഈ വന്ന വഴിയിലെല്ലാം ഏറെക്കുറെ പണികളൊക്കെ തീർന്നു കഴിഞ്ഞു. പിന്നീട് വഴി തിരിച്ചൊക്കെ വിട്ടേക്കുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഫൈനൽ ടച്ച് എന്നോണം കുറച്ച് പരിപാടികളൊക്കെ തീരാനുണ്ട്. അപ്പോൾ വളരെ നല്ല റോഡാണ്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ നല്ല സ്പീഡ് എടുത്ത് പോകാം. പിന്നെ ടോൾ റോഡാണ്. നമുക്കറിയാം ഇപ്പോൾ ഏതൊരു ദേശീയപാത പണിഞ്ഞാലും അല്ലെങ്കിൽ വലിയ റോഡ് പണിഞ്ഞാലും ഒരു ടോൾ ഇവിടെ ഉറപ്പാണ്. അത്തരത്തിൽ 2-3 ടോൾ ബൂത്തുകൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പാതയിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. 6 വരിയല്ല 4 വരിയാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ NH 66 അത്ര വീതിയില്ല, എങ്കിലും 4 വരി തന്നെ വളരെയധികം ഉപകാരമാണ്. റോഡ് രണ്ടായിട്ട് എന്തായാലും പിരിച്ചാണല്ലോ പോകുന്നത്. ഇടയ്ക്ക് ഡിവൈഡർ വരുന്നത് കൊണ്ട് തന്നെ അപകടങ്ങളൊക്കെ പരമാവധി കുറയ്ക്കാനായിട്ട് സാധിക്കും. സമയം 6 മണിയായി. നമ്മൾ ടീ കല്ലുപ്പെട്ടിക്ക് മുമ്പായിട്ടുള്ള ഒരു ഹോട്ടലിൽ നിർത്തി. അത്യാവശ്യം ചായയൊക്കെ കുടിക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് കുടിക്കാം. അത്യാവശ്യം ഹോട്ടലുകളെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു ഏരിയയാണ്. ഒരു ഹോട്ടൽ അനുഗ്രഹമുണ്ട്. പിന്നീട് ഒരു നോൺ വെജ് സ്പാർക്ക് എന്ന് പറയുന്ന ഒരു വെജ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഹോട്ടലുകൾ ചേർന്ന് വരുന്ന ഒരു ഏരിയയിൽ നമ്മൾ നിർത്തി. ഇവിടെ ബസ്സുകളെല്ലാം നിർത്തുന്ന ഒരു സ്ഥലമാണ്. കാരണം ഒരുപാട് പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മുടെ വണ്ടിയും ഇവിടെ നിർത്തി. അത്യാവശ്യം ചായ കുടിക്കേണ്ടവരെല്ലാം ഇറങ്ങി ചായ കുടിച്ചു. 6 മണി ആയതോടുകൂടി തന്നെ ഏകദേശം നേരം വെളുത്തു. ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഇവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്യാം. 6 മണിയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇനിയും മധുരയ്ക്ക് ദൂരമുണ്ട്. സാധാരണ 6:30ക്കാണ് നമ്മൾ മധുരയിൽ നമ്മുടെ ഷെഡ്യൂൾഡ് ടൈം ബസ്സിൻ്റെത്. 6:30ക്ക് എത്തിച്ചേരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇനിയും നമ്മൾ ലേറ്റായിട്ടായിരിക്കും മധുരയിൽ ചെന്ന് എത്തുന്നത്. ഇപ്പോൾ തന്നെ 6 മണിയായി. എന്തായാലും അരമണിക്കൂർ കൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ തിരുമംഗലവും കടന്ന് മധുരയിൽ എത്തിച്ചേരില്ല. രവിചന്ദ്രൻ സാറ് പാർക്കിങ്ങിൽ നിന്ന് നമ്മുടെ വണ്ടി പുറത്തേക്ക് ഇറക്കുകയാണ്. ഇനിയുള്ള പ്രധാന പട്ടണം നമ്മുടെ ടീ കല്ലുപ്പട്ടിയാണ്. ടീ കല്ലുപ്പട്ടി വഴിയല്ല നമ്മൾ പുതിയ അലൈൻമെൻറ്റ് പ്രകാരം NH 744 കടന്നു പോകുന്നത്. ടീ കല്ലുപ്പട്ടി, ടീ കുന്നത്തൂർ എന്ന് പറയുന്ന 2 നഗരങ്ങളെ ഒഴിവാക്കി നേരെ NH 744 ബൈപ്പാസായി കടന്നങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടീ കല്ലുപ്പട്ടി എന്ന് പറയുന്ന നഗരത്തിലൂടെ ഇനി കാണുന്ന 4 ലൈൻ ഹൈവേ കടന്നു പോകില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ തിരുമംഗലത്താണ് ചെന്നെത്തുന്നത്. തിരുമംഗലത്ത് വെച്ച് നമ്മൾ NH 44 മീറ്റ് ചെയ്യുന്നു. അവിടെയാണ് നമ്മുടെ NH 744 അവസാനിക്കുന്നത്. 4 വരി പാത മുന്നിലായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും. പക്ഷേ അപകടവും പതിയിരിക്കുന്നുണ്ട്. കാരണം പല സ്ഥലങ്ങളിലും പണി പൂർത്തിയായിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇടത്തേക്കും വലത്തേക്കും ഒക്കെ തിരിഞ്ഞു പോകേണ്ടതായിട്ട് വരും. ആ ഒരു സമയത്ത് ഓപ്പോസിറ്റ് ഇരുന്ന വണ്ടിയുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ പാലിച്ച് പോയില്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ അപകടങ്ങളൊക്കെ സംഭവിക്കാം. പിന്നീട് പല സ്ഥലങ്ങളിലും പിന്നീട് ഉൾ റോഡുകളിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ട്. ആ ഒരു സ്ഥലങ്ങളുമൊക്കെ നോക്കി കൃത്യമായിട്ട് പോവുക. പണി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് പേടിക്കാനില്ല. വളരെയധികം വേഗതയിൽ തന്നെ നമുക്ക് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏതാണ്ട് ചിത്രം വ്യക്തമായി. ഇവിടെയെല്ലാം പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 4 വരിയും പിന്നീട് സർവീസ് റോഡ് 2 സൈഡിലുമായിട്ടാണ് ഉള്ളത്. നമ്മുടെ NH 66 അങ്ങനെയല്ല. ഈ കാണുന്നിടത്ത് 3 വരിയാണുള്ളത്. 3 വരിയും പിന്നീട് സർവീസ് റോഡ്, അതായത് 2 സൈഡിലായിട്ട് 3 വരിയും പിന്നീട് സർവീസ് റോഡ്, ആകെ 6 വരിയും സർവീസ് റോഡുമാണ് NH 66 വരുന്നത്. പക്ഷേ ഈ ഒരു NH 744 4 വരിയും സർവീസ് റോഡുമാണ് വരുന്നത്.
ഹൈവേയിലെ കാഴ്ചയൊക്കെ കണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ വലതുഭാഗത്തായിട്ട് നമ്മുടെ സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട്. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അത് രാവിലെ ഈ സൂര്യൻ ഉദിച്ചു വരുന്ന കാഴ്ചയൊക്കെ കണ്ട് മധുരയ്ക്ക് പോകുന്ന ഒരു അനുഭവം എന്ന് പറയുമ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവമാണ്. രണ്ടുപേരും പരസ്പരം കഥകളൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടിയുമായിട്ട് മധുരയിലേക്ക് പോകുന്നത്. അതെന്തായാലും നല്ലതാണ്. വണ്ടിയിൽ ക്ഷീണം വരാതെയും ഉറക്കം വരാതെയൊക്കെ മുന്നോട്ട് പോകാനായിട്ട് അത് ഉപകരിക്കും. അടുത്തത് നമ്മൾ എത്തിച്ചേരുന്നത് ടി കല്ലുപ്പെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. മധുര ജില്ലയിലെ ഒരു പഞ്ചായത്താണ് ടി കല്ലുപ്പെട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് ആലോചിച്ചു, എന്താണ് ഈ ടി കല്ലുപ്പെട്ടി? ഇനി തിരുമംഗലം അടുത്തായതുകൊണ്ട് തിരുമംഗലം കല്ലുപ്പെട്ടി എന്ന് പറഞ്ഞിട്ടതാണോ? സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ അടുത്ത് വി കോട്ടയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വള്ളിക്കോട് അടുത്തുള്ള കോട്ടയം ആയതുകൊണ്ട് അതിനെ വി കോട്ടയം എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇനി തിരുമംഗലം കല്ലുപ്പെട്ടി എന്ന പേരാണോ അതിന് വന്നത് എന്നൊക്കെ അറിയാനായിട്ട് നോക്കിയപ്പം അതല്ല. അതിന് പുറകിൽ മറ്റൊരു ചരിത്രമുണ്ട്. നമ്മുടെ ഈ ടി കല്ലുപ്പെട്ടിക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു പൈതൃക കേന്ദ്രമുണ്ട്. ഏകദേശം 6000-ഓളം വർഷം പഴക്കമുള്ള ദേവൻകുറിച്ചി എന്ന് പറയുന്ന ഒരു പൈതൃക കേന്ദ്രം. ആ കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് ടി കല്ലുപ്പെട്ടി എന്നുള്ളൊരു പേര് കിട്ടിയത്. ദേവൻകുറിച്ചിയെ തേവൻകുറിച്ചി എന്നും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ തേവൻകുറിച്ചിയുടെ ടി ആണ് ടി കല്ലുപ്പെട്ടിയിലുള്ളത്. നമ്മളിപ്പോൾ സംസാരിച്ച തേവൻകുറിച്ചി മലകളാണ് നമ്മുടെ മുന്നിലായിട്ട് കാണപ്പെടുന്നത്. നമ്മൾ ഈ കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ടി കല്ലുപ്പെട്ടി ലക്ഷ്യമാക്കി വരുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് ദേവൻകുറിച്ചി മല കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ റോഡിൽ വരുമ്പോൾ ദേവൻകുറിച്ചിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടി കല്ലുപ്പെട്ടിയിൽ എത്തിയിട്ട് ഉസിലാമ്പട്ടി റൂട്ട് അല്ലെങ്കിൽ പേരയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞ് നമുക്ക് പോകാവുന്നതാണ്. ടി കല്ലുപ്പെട്ടിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാത്രമാണ് ദേവൻകുറിച്ചിയിലേക്കുള്ളത്. സമയം 6:30 ആയിട്ടുണ്ട്. നമ്മൾ ടി കല്ലുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് ആളുകളൊക്കെ ഇറങ്ങാനുണ്ട്. ഒരു ചെറിയ പട്ടണം തന്നെയാണ് ടി കല്ലുപ്പെട്ടി എന്ന് പറയുന്നത്. അത്യാവശ്യം ബസ് സ്റ്റാൻഡും കടകളും എല്ലാം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് 6:30 ആയപ്പോഴേക്കും. ഇനിയിപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട സൈഡിൽ നിന്നൊക്കെ കൊടൈക്കനാൽ പോകുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഈ തെങ്കാശി വഴി വരികയാണെങ്കിൽ നമ്മുടെ ഈ ടി കല്ലുപ്പെട്ടിയിലെത്തി പേരയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ റൂട്ടിൽ തിരിഞ്ഞ് ഉസ്ലാംപട്ടി വഴി നമുക്ക് വത്തലകുണ്ട് വഴി കൊടൈക്കനാലിലേക്ക് പോകാവുന്നതാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഈ ടി കല്ലുപ്പെട്ടി എത്തുന്നതിന് മുമ്പ് തന്നെ തിരിഞ്ഞ് പേരയൂരിലേക്ക് പോകാനൊരു വഴിയുണ്ട്. നമ്മൾ ഈ വന്ന വഴിയിൽ തന്നെ ഏകദേശം ഒരു 10 കിലോമീറ്റർ മുമ്പായിട്ടാണ്. ആ ഒരു റൂട്ടിൽ നിന്നും തിരിഞ്ഞ് നിങ്ങൾക്ക് പേരയൂർ എത്തി ഉസ്ലാംപട്ടി വഴി വത്തലകുണ്ട് കൊടൈക്കനാലിലേക്ക് പോകാവുന്നതാണ്. ടി കല്ലുപ്പെട്ടി കഴിഞ്ഞ് ഇനി വരാനുള്ളത് ടി കുന്നത്തൂരാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പുതിയ NH 744-ന്റെ 4-വരിപ്പാത ടി കുന്നത്തൂർ, ടി കല്ലുപ്പെട്ടി എന്നീ സ്ഥലങ്ങളിലൂടെയല്ല കടന്നു പോകുന്നത്. അതിൻ്റെ അലൈൻമെൻറ്റ് ആ 2 പട്ടണങ്ങളിൽ നിന്നും മാറി വേറൊരു സ്ഥലത്ത് കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇവിടെ റോഡ് പണിയൊന്നും നടക്കുന്നില്ല. നമ്മൾ ഈ ടി കുന്നത്തൂർ കഴിഞ്ഞ് വീണ്ടും ഈ 4-വരി പാതയിലേക്ക് വന്ന് കയറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പട്ടണങ്ങളിൽ പഴയ റോഡ് തന്നെയായിരിക്കും നിലവിലുള്ളത്. ടി കല്ലുപ്പെട്ടി പോലെ തന്നെ ടി കുന്നത്തൂരിന് മുന്നിൽ ടി ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ ഒരുപാട് തപ്പി നോക്കി. ചിലപ്പോൾ തിരുമംഗലമാകാം, അതല്ലെങ്കിൽ തേവൻകുറിച്ചി ആകാം. എന്തായാലും ടി കുന്നത്തൂർ. ഈ ടി കുന്നത്തൂർ എന്ന് കേൾക്കുമ്പോൾ എൻ്റെ നാട്ടിൽ ഒരു കുന്നത്തൂരുണ്ട്. എൻ്റെ പഞ്ചായത്തിന് തൊട്ടപ്പുറത്തെ പഞ്ചായത്താണ് കുന്നത്തൂർ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പല സ്ഥലങ്ങളും ഒരുപോലെ പേര് വരുന്നതുണ്ട്. അതിലൊന്നാണ് ഈ കുന്നത്തൂർ എന്ന് പറയുന്നത്. എന്തായാലും ഒരു കൗതുകം നിറഞ്ഞൊരു കാര്യമാണത്. ടി കുന്നത്തൂർ പിന്നിട്ടു നമ്മൾ വീണ്ടും നമ്മുടെ പണി നടക്കുന്ന 4-വരി പാതയിലേക്ക് വന്ന് കയറി. NH 744. ഇനി അങ്ങോട്ട് നല്ല റോഡാണ് തിരുമംഗലം വരെയും. തിരുമംഗലത്തേക്ക് ഇവിടെ നിന്ന് അധികം ദൂരമില്ല. ഈ രാജപാളയം തിരുമംഗലം സ്ട്രെച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വന്നപ്പോൾ ശ്രദ്ധിച്ചതാണ്, മിക്ക പട്ടണങ്ങളെയും ഒഴിവാക്കിയിട്ടാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അതായത് മിക്ക സ്ഥലങ്ങളിലും ബൈപ്പാസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ടി കുന്നത്തൂർ കഴിഞ്ഞ് മുന്നോട്ട് വന്ന് നമ്മൾ പ്രധാനപ്പെട്ട 4-വരി പാതയിലേക്ക് പ്രവേശിച്ചു. അത് കഴിഞ്ഞ് 2 ചെറിയ പട്ടണങ്ങളുണ്ടായിരുന്നു. ആ 2 പട്ടണങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ബൈപ്പാസ് ആണ്. അതായത് അവിടെ ഒരു വലിയ വളവോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് പകരമായിട്ട് ആ പട്ടണങ്ങളിൽ കൂടി കടന്നു പോകുന്നത് സ്ഥലമെടുപ്പൊക്കെ ഒഴിവാക്കാനായിട്ട് അവർ വലിയൊരു ബൈപ്പാസ് നിർമ്മിച്ച് അതിൻ്റെ പുറകുവശത്തു കൂടിയാണ് ഈ ഒരു 4-വരി പാത കടന്നു പോകുന്നത്. അതെന്തായാലും ഗുണകരമാണ്. സ്ഥലമേറ്റെടുപ്പിൻ്റെ ചിലവും മറ്റു കാര്യങ്ങളും എല്ലാം കുറയും. പക്ഷേ നമ്മുടെ നാട്ടിലത് നടക്കുമെന്നറിയില്ല. നമുക്ക് ഇതുവഴി അലൈൻമെൻറ്റ് കൊടുത്താലും അവിടെ എല്ലാം വലിയ രീതിയിൽ പണം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ തമിഴ്നാട്ടിൽ കുറച്ച് ദൂരേക്കൊക്കെ മാറിക്കഴിഞ്ഞാൽ കൃഷിയിടങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ വലിയ വില കൊടുക്കാതെ തന്നെ അവർക്ക് ഭൂമി ഏറ്റെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അവിടുത്തെ റോഡുകൾക്ക് ഇത്രയും വീതിയും വരുന്നത്. NH 744 ആരംഭിക്കുന്ന തിരുമംഗലം പട്ടണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഇവിടെ നിന്നും മധുര എയർപോർട്ടിലേക്ക് ഏകദേശം 20 കിലോമീറ്ററാണ് ദൂരമുള്ളത്. നമുക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പരിചിതമായൊരു നാഷണൽ ഹൈവേ ആണ് NH 744 എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര മുഴുവൻ NH 744 ആയിരുന്നു. കേരള PSC അടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയുടെ പേര്. അത് NH 744 കൊല്ലം തിരുമംഗലം ദേശീയപാതയാണ്. അങ്ങനെ മലയാളികൾക്ക് പ്രശസ്തമായ തിരുമംഗലം പട്ടണത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സമയം രാവിലെ 7 മണിയായിട്ടുണ്ട്. നമ്മൾ തിരുമംഗലം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നു. ഇനി നമുക്ക് മധുരയ്ക്ക് പോകാനായിട്ട് അധികം ദൂരമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ NH 744 നമ്മുടെ NH 44 കൊണ്ടുവന്ന് കണക്ട് ചെയ്ത് വെക്കുകയാണ്. അതുകൊണ്ടാണ് കൊല്ലം തിരുമംഗലം ദേശീയപാത എന്ന് അറിയപ്പെടുന്നത്. അതായത് NH 44 നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മധുരയിലെത്തി
ദിണ്ടിഗൽ കരൂർ വഴി ബാംഗ്ലൂർ സൈഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് കടന്നു പോകുന്നത് തിരുമംഗലം വഴിയാണ്. പക്ഷേ തിരുമംഗലം ടൗണിൽ കൂടിയല്ല. നമ്മൾ മുന്നോട്ട് നീങ്ങി NH-44 ബൈപ്പാസിലേക്കാണ് വന്ന് കയറുന്നത്. NH-44 എന്ന് പറയുമ്പോൾ നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയിട്ടാണ് അത് മധുരയിൽ വരുന്നത്. മധുരയിൽ തിരുമംഗലം വഴിയാണ് കടന്നു പോകുന്നത്. തിരുമംഗലത്ത് നിന്ന് നേരെ ദിണ്ടിഗലിൽ നിന്ന് കരൂരിൽ നിന്ന് സേലത്ത് നിന്ന് ബാംഗ്ലൂർ, അവിടെ നിന്ന് നേരെ ശ്രീനഗർ വരെയുള്ള ഒരു വലിയ ദേശീയപാതയാണ് NH-44 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. ഇത് NH-44 ഭാഗമായിട്ടുള്ള ടോൾ ഗേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഫാസ്ടാഗ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി റോഡാണ്. കുറച്ച് ദൂരം മാത്രമേ ആ ഒരു 44 വഴി സഞ്ചരിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് സർവീസ് റോഡ് വഴി മധുര ടൗണിലേക്കാണ് പോകുന്നത്. നമ്മുടെ NH-44 നേരെ പിന്നീട് ദിണ്ടിഗൽ ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. നമ്മൾ സർവീസ് റോഡ് വഴി മധുര ടൗണിലേക്ക്, തിരുപ്പറക്കുണ്ട്രം വഴി മധുര ടൗണിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം മാത്രമേ NH-44 സഞ്ചരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ സഞ്ചരിച്ച ദൂരം അത്യാവശ്യം നല്ല റോഡുകളാണ്. 8 വരെയാണെന്ന് തോന്നുന്നു. നമ്മുടെ NH-66 പണി കഴിയുമ്പോൾ ഏകദേശം ഇതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് എത്തിക്കഴിഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വകാര്യ വാഹനങ്ങളിൽ വരികയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. ഞാൻ പക്ഷേ ഈ ഒരു ബസ് പ്രയോജനപ്പെടുത്തി വരികയാണെങ്കിൽ മധുരയിൽ ഇറങ്ങി കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളിപ്പോൾ സൂചിപ്പിച്ച തിരുപ്പറൻകുണ്ട്രം എന്ന് പറയുന്ന സ്ഥലം മധുരയിൽ നമ്മൾ പോകുന്ന വഴിയിലെ ആദ്യത്തെ ഒരു ലൊക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് തിരുപ്പറൻകുണ്ട്രം ഇറങ്ങിയാൽ ഒരുപാട് ക്ഷേത്രങ്ങളും ഗുഹകളും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ തിരുപ്പറൻകുണ്ട്രം എന്ന് പറയുന്നത്. ഒരുപാട് ലേക്കുകളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. പിന്നീട് ചരിത്രപരമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ കൂടുതൽ ചരിത്രങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വന്ന് കണ്ട് ആസ്വദിച്ച് പോകാവുന്ന ഒരു സ്ഥലമാണ് തിരുപ്പറൻകുണ്ട്രം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതുവഴിയാണ് കടന്നു പോകുന്നത്. നമ്മൾ മധുര ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ആദ്യമേ ചെന്നെത്തുന്നത് മധുര പെരിയാർ ബസ് സ്റ്റാൻഡിലേക്കാണ്. നമുക്ക് പെരിയാർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിലേക്കാണ് പോകേണ്ടത്. ഞാൻ മീനാക്ഷി അമ്മൻ ടെമ്പിളിലേക്കാണ് ഇന്ന് ആദ്യം പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങേണ്ടത് പെരിയാർ ബസ് സ്റ്റാൻഡിലാണ്. പിന്നീട് ഈ ബസ് ഉള്ളത് മാട്ടുത്താവണി വരെയാണ്. ഇത് കൂടാതെ ആറപ്പാളയം എന്ന് പറഞ്ഞ് മറ്റൊരു ബസ് സ്റ്റാൻഡ് കൂടി മധുരയിലുണ്ട്. അങ്ങനെ 3 പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡുകളാണ് മധുരയിലുള്ളത്. അതിനകത്ത് ആറപ്പാളയം ആണെങ്കിൽ നമുക്ക് കുമളി, തേനി സൈഡിലേക്കുള്ള ബസ്സുകളൊക്കെ കിട്ടുന്നത് ആറപ്പാളയത്തു നിന്നാണ്. നമ്മുടെ മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിൽ നിന്ന് തെങ്കാശി ബസ്സുകളൊക്കെ കിട്ടും. പിന്നെ പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ലോക്കൽ സർവീസുകളും പിന്നീട് മറ്റു ചില സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകളുമാണ് കിട്ടുന്നത്. ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് തേനി, ദിണ്ടിഗൽ സൈഡിലേക്കൊക്കെ പോകേണ്ടത്. വലത്തേക്ക് തിരിഞ്ഞ് അകത്തേക്ക് പോയാൽ നമുക്ക് പെരിയാർ ബസ് സ്റ്റാൻഡ്, നമ്മുടെ മീനാക്ഷി അമ്മൻ ടെമ്പിൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാവുന്നതാണ്. ഏതാണ്ട് 8 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം രാവിലെ 7:30 നമ്മൾ മധുര പെരിയാർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സാധാരണ 6:30 മധുരയിൽ നമ്മുടെ ബസ് എത്തിച്ചേരുന്നത്. പക്ഷേ ഇന്നലെ നമ്മുടെ തെന്മലയിലുണ്ടായ ബ്ലോക്കും മറ്റും കാരണം ഏകദേശം നല്ല സമയം അവിടെ വേസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് 7:30 ഏകദേശം 1 മണിക്കൂർ മാത്രമാണെങ്കിലും വൈകിട്ടുള്ളത്. 7:30 തന്നെ നമ്മൾ മധുരയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പെരിയാർ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലായിട്ട് നമ്മുടെ ബസ് നിർത്തി. ഞാൻ രവിചന്ദ്രൻ സാറിനോടും ബിനു സാറിനോടും യാത്ര പറഞ്ഞു. പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഞാൻ റൂമൊന്നും ബുക്ക് ചെയ്യാതെയാണ് വന്നത്. റൂം ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അത് രാവിലെ തന്നെയാണ് മധുരയിൽ എത്തിച്ചേരുന്നത്. പിന്നീട് ഇനി ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം തപ്പണം. അതും നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി അവരോട് യാത്ര പറഞ്ഞു. ഇനി നമ്മുടെ ബസ് മാട്ടുത്താവണി ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഉച്ചയ്ക്ക് 12:30 തിരിച്ച് കൊല്ലത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ രണ്ടുപേരോടും ഞാൻ യാത്ര പറഞ്ഞു. മധുര പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് നടന്നാൽ നമുക്ക് മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതിന് മാപ്പ് ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചാലും അവർ വഴി പറഞ്ഞു തരും. ഞാൻ എന്തായാലും മാപ്പ് ഉപയോഗിച്ച് മധുര മീനാക്ഷി അമ്മൻ ടെമ്പിളിലേക്കുള്ള വഴിയിലേക്ക് നടന്നു. അവിടെ എവിടെയെങ്കിലും കയറിയിട്ടൊന്ന് ഫ്രഷ് ആകണം, ഒന്ന് കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലൊന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താണെന്ന് പ്ലാൻ ചെയ്യണം. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോൾ ഒരു റൂം കിട്ടി. ഏകദേശം 350 രൂപയാണ് വാങ്ങിയത്. ആധാറിൻ്റെ ഒരു കോപ്പി ചോദിച്ചു, അതിനകത്ത് ഡീറ്റെയിൽസ് അവർ എഴുതിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വെളിയിൽ ഇറങ്ങി. അത്ര മെച്ചമുള്ളൊരു റൂമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോ ഒന്നും കാണിക്കാഞ്ഞത്.
കുളിച്ച് റെഡി ആയിട്ട് ഞാൻ അമ്പലം ലക്ഷ്യമാക്കി നടന്നു. നമുക്കറിയാം മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വീഡിയോകളിലും അല്ലെങ്കിൽ എല്ലാ സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു വ്യൂ ആണ്. ഇങ്ങനെ സ്ട്രീറ്റുകളിലൂടെ നടന്നു വരുമ്പോൾ മുന്നിലായിട്ട് മധുര മീനാക്ഷി അമ്മൻ ടെമ്പിൾ കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ്. അത് മാത്രമല്ല മധുരയിലെ ഈ തെരുവുകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അത് കാണാൻ തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ, വേറൊരു ഉദ്ദേശവും ഇല്ലായിരുന്നു. പിന്നീട് ഇന്ന് വന്നപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ചില പണികൾ നടക്കുകയാണ്. എല്ലാ ഗോപുരങ്ങളിലും പണികൾ ചെയ്യാനായിട്ട് ഇങ്ങനെ കെട്ടി അടച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് ആളുകളെ കയറ്റി വിടുന്നതും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അധിക നേരം നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആളുകളെ നിയന്ത്രണത്തോടെയാണ് അകത്തേക്ക് കയറ്റി വിടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദൂരം കൂടി ഈ ഒരു ഭാഗത്തെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി കാണുവാൻ തീരുമാനിച്ചു. നല്ല തിരക്കുണ്ട്, എങ്കിലും മുൻഭാഗത്ത് ഇവിടെയൊന്നും വലിയ പണികളുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. മധുര മീനാക്ഷി ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം മധുരയിലെ മറ്റ് പ്രദേശങ്ങൾ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. നമ്മുടെ ബസ് ഇന്നൊരു 1 മണിക്കൂർ ലേറ്റായി വന്നതുകൊണ്ടാണ് ആ ഒരു ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എൻ്റെ മധുര വരവിൻ്റെ ഉദ്ദേശം നടന്നു. ഞാൻ മധുര മീനാക്ഷി ടെമ്പിളിൽ ഒന്ന് വരണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പിന്നീട് മധുരയിലെ സ്ട്രീറ്റുകൾ കാണുക, കുറച്ച് ഫുഡ് കഴിക്കുക, കുറച്ച് ഫുഡൊക്കെ വാങ്ങുക, അതെല്ലാം നടന്നു കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ പുറത്ത് വിശ്രമിച്ചു. ഇനി നമുക്ക് മധുരയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകാം. മൂന്നാറിലേക്ക് പോകുമ്പോൾ നമ്മൾ തേനി വഴിയാണ് മൂന്നാറിലേക്ക് പോകുന്നത്. തേനിയിൽ ചെന്നാൽ നമ്മുടെ KSRTC ബസ് കിട്ടും മൂന്നാറിലേക്ക് പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് ഇനി തേനിയിലേക്കാണ് പോകുന്നത്. ഉസിലാമ്പട്ടി ആണ്ടിപ്പട്ടി വഴി തേനിയിലേക്ക് നിരവധി ബസ്സുകൾ ലഭ്യമാണ്. അതിന് ആറപ്പാളയം ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. ഞാൻ എന്തായാലും ആറപ്പാളയം ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കിയാണ് നീങ്ങുന്നത്. എന്തായാലും നിങ്ങൾക്കും വരുമ്പോൾ ഈ ഒരു മധുരയിലെത്തി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാം, അല്ലെങ്കിൽ മധുരയിലെ സ്ഥലങ്ങൾ കാണാം. ഞാൻ നിലവിൽ വന്നത് മധുര മീനാക്ഷി ടെമ്പിൾ കാണാൻ വേണ്ടി മാത്രമായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇനി മൂന്നാറിലേക്കാണ് പോകുന്നത്. മൂന്നാറിലേക്ക് പോകാനായിട്ട് ഞാൻ ആറപ്പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് തേനി ബസ്സിൽ കയറി. ഇനി നമുക്ക് എന്തായാലും തേനിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു സർവീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് പ്രയോജനപ്പെടുത്തുക. മധുരയിൽ നിന്ന് തേനിയിലേക്കുള്ള യാത്ര ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. എനിക്ക് എന്തായാലും ഒന്ന് ഉറങ്ങാനാണ് പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ബസ്സിൽ കയറിയത്. പക്ഷേ ഞാൻ തേനിയിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്ര ഉറപ്പായിട്ടും ഷൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ആ ഒരു വീഡിയോ ആയിരിക്കും ഉൾപ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കാണുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി.